1985 താൻ ഉൾപ്പെട്ട ഇന്ത്യൻ ടീമിന് വിരാട് കോഹ്ലിയുടെ ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്താനുള്ള മികവുണ്ടായിരുന്നുവെന്ന് കോച്ച് രവിശാസ്ത്രി ഓർമ്മകൾ പങ്കുവച്ചത് അദ്ദേഹം കോച്ചായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. സുനിൽ ഗവാസ്കർ നയിച്ച ടീമായിരുന്നു അത്. 85 ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായിരുന്നു ഇന്ത്യ. ഫേസ്ബുക്ക് ലൈവിൽ രാജ്ദീപ് സർദേശായിയുമായി സംസാരിക്കവെയാണ് 85 ടീമിനെ കുറിച്ച് രവിശാസ്ത്രി അന്ന് വാചാലനായത്. അതൊരു തകർപ്പൻ ടീമായിരുന്നു. പലരും 83 ടീമിനെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കാറുള്ളത്. ലോകകപ്പ് നേട്ടം മാത്രമല്ല അന്നത്തെ ടീമിന് അവകാശപ്പെടാനുള്ളത്. 85 തകർപ്പൻ പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. അന്ന് നായകൻ സുനിൽ ഗവാസ്കർ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം മികച്ച ഫോമിലാണ് എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഇന്ത്യൻ ടീമിന് 85 സംഘത്തിനെതിരെ കളിക്കുക കടുപ്പമാകും. 85 ലോക ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെതിരെ ഫൈനലിൽ വിജയമാണ് ഏറ്റവും അധികം ഓർമ്മിക്കുന്ന മുഹൂർത്തമെന്നും അന്ന് രവിശാസ്ത്രി ഓർമ്മിക്കുകയുണ്ടായി. അന്ന് പരമ്പരയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രവിശാസ്ത്രിയായിരുന്നു. കൂടാതെ ഓഡി 100 സെഡാനും അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. അന്ന് ആ വണ്ടിയിൽ ടീം അംഗങ്ങളെല്ലാം ചേർന്ന് ഗ്രൗണ്ടിൽ വലം വെച്ച ചിത്രങ്ങൾ ഇന്ത്യൻ ടീമിന്റെ അഭിമാന മുഹൂർത്തം കൂടിയായിരുന്നു. എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ടീം എന്നാണ് ഈ ഒരു ടീമിനെ കുറിച്ച് വിസ്ഡൻ വിശേഷിപ്പിച്ചത്. സുനിൽ ഗവാസ്കറുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു 85 ഇന്ത്യൻ ടീം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അവിസ്മരണീയമായ നിമിഷങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് 2002 85 ഈ ടീമിനെ നൂറ്റാണ്ടിന്റെ ഇന്ത്യൻ ടീമായി അന്ന് വിസ്ഡൻ പ്രഖ്യാപിച്ചത്. അന്ന് ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടിയ ടീം. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിന് 83, 2007, 2011 ലോകകപ്പ് വിജയങ്ങൾക്കൊപ്പം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കിരീടവും. 83 ലോകകപ്പ് നേടത്തെ പലരും അപ്രതീക്ഷിത വിജയം എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ലോക കിരീട നേട്ടം 85 നേടുമ്പോൾ അതൊരു ആധികാരികമായ വിജയം തന്നെയായിരുന്നു ടീം ഇന്ത്യക്ക്. അന്ന് ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ലോക ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്തിന്റെ 150ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് 7 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പ്രശസ്തരായ ബെൻസൺ ആൻഡ് ഹെഡ്ജസ് കമ്പനിയായിരുന്നു അന്ന് സ്പോൺസർമാർ. അങ്ങനെയാണ് ഈ ടൂർണമെന്റിന് ഈ ഒരു പേര് വന്നത്. 85 ഫെബ്രുവരി 17 ടൂർണമെന്റ് തുടക്കമായത്. അന്ന് ലോകകപ്പ് ജേതാക്കൾ എന്ന നിലയിൽ ഇന്ത്യ ക്രിക്കറ്റ് ശക്തിയായി മാറിയിരുന്നെങ്കിലും അപ്പോഴും വിവിയൻ റിച്ചാർഡ്സ് ഒക്കെ അണിനിരന്നിരുന്ന വെസ്റ്റ് ഇൻഡീസിനായിരുന്നു കൂടുതൽ സാധ്യത എല്ലാവരും കൽപ്പിച്ചിരുന്നത്. പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യ നേരിട്ട 3 രാജ്യങ്ങളെയും നല്ല മാർജിനിൽ തന്നെ പരാജയപ്പെടുത്തുന്നു. സെമിയിൽ ന്യൂസിലാൻഡായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഫൈനലിലും എത്തുകയുണ്ടായി. രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഫൈനലിൽ കടന്നു വന്ന്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള യുദ്ധം എന്നാണ് ഓസ്ട്രേലിയൻ പത്രങ്ങൾ അന്ന് ഈ ഫൈനലിനെ വിശേഷിപ്പിച്ചത്, പ്രത്യേകിച്ചും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. 85 മാർച്ച് 10 ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്ന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുമ്പോൾ സ്റ്റേഡിയത്തിലെ കാണികളുടെ എണ്ണം മതിയായിരുന്നു കളിയുടെ ആവേശം എത്രയെന്ന് വിളിച്ചോതുവാൻ. 35,296 പേരാണെന്ന് മത്സരം സ്റ്റേഡിയത്തിലെത്തി വീക്ഷിച്ചത്. ആതിഥ്യ രാഷ്ട്രം പങ്കെടുക്കാതെ ഓസ്ട്രേലിയയിൽ ഇത്രയേറെ കാണികൾ ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ എത്തിയതെന്ന് അപൂർവങ്ങളിൽ അപൂർവമായ സന്ദർഭമായിരുന്നു. അന്ന് ടോസ് നേടിയ പാക് ക്യാപ്റ്റൻ ജാവേദ് മിയാന്ദാദ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. കപിൽ ദേവിന്റെയും എൽ ശിവരാമകൃഷ്ണന്റെയും മൂർച്ചയേറിയ ബോളിംഗിന് മുന്നിൽ പാക് പട തകർന്നടിയുന്നു. 33 റൺസ് എടുക്കുമ്പോഴേക്കും അവർക്ക് 4 പ്രധാന വിക്കറ്റ് നഷ്ടമാകുന്നു. അല്പമെങ്കിലും അന്ന് പിടിച്ചു നിന്നത് ക്യാപ്റ്റൻ മിയാന്ദാദും ഇമ്രാൻഖാനും മാത്രമാണ്. ജാവേദ് മിയാന്ദാദ് അന്ന് 92 പന്തിൽ 48 റൺസാണ് എടുത്തത്. ഇമ്രാൻഖാൻ 67 പന്തിൽ 35 റൺസും. പിന്നീട് വസീം രാജ 26 പന്തിൽ പുറത്താകാതെ 21 റൺസ് കൂടി നേടിയതോടെ 50 ഓവർ പൂർത്തിയാകുമ്പോൾ പാകിസ്ഥാൻ സ്കോർ ബോർഡിൽ എത്തിയത് 176 റൺസായിരുന്നു, അതും 9 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്ത്യക്കായി കപിൽ ദേവ്, ശിവരാമകൃഷ്ണൻ എന്നിവർ 3 വിക്കറ്റ് വീതം അന്ന് വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം അതിഗംഭീരമായിരുന്നു. ഇന്ത്യയുടെ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടായ രവിശാസ്ത്രി, കൃഷ്ണമാചാരി, ശ്രീകാന്ത് സഖ്യത്തെ തകർക്കാൻ പാക് ബോളിംഗ് നിരക്ക് അന്ന് സാധിച്ചില്ല. സ്കോർ ബോർഡിൽ 103 റൺസ് എത്തിയപ്പോഴാണ് ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് പോലും അന്ന് നഷ്ടപ്പെടുന്നത്. 77 പന്തിൽ 6 ഫോറും 2 സിക്സറും സഹിതം 67 റൺസ് സംഭാവന ചെയ്ത ശ്രീകാന്താണ് ആദ്യം പുറത്താവുന്നത്. ഈ മത്സരത്തിൽ ആകെ പിറന്ന 2 സിക്സറുകളും ഇതായിരുന്നു ശ്രീകാന്തിന്റെ വക. 148 പന്തിൽ 3 ഫോറുകളോടെ 63 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന രവിശാസ്ത്രി മികച്ച പോരാട്ടമാണ് നടത്തിയത്. മുഹമ്മദ് അസറുദ്ദീൻ 25 പന്തിൽ 25 റൺസ് എടുത്ത് ഉറച്ച പിന്തുണ നൽകുന്നു. ദിലീപ് വെങ്സാർക്കർ 32 പന്തിൽ 18 റൺസുമായി പുറത്താകാതെ നിന്നു. 17 പന്ത് ബാക്കി നിൽക്കെയാണ് ഇന്ത്യ അനായാസം പാകിസ്ഥാനെതിരെ അന്ന് ഫൈനലിൽ വിജയത്തിലെത്തിയത്. $32,000 അന്ന് ഇന്ത്യൻ ടീമിന് സമ്മാനമായി ലഭിച്ചത്. ശ്രീകാന്ത് കളിയിലെ താരമായും ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിന് രവിശാസ്ത്രി ചാമ്പ്യന്മാരുടെ ചാമ്പ്യനായും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെന്റിലാകെ 5 മത്സരങ്ങളിൽ നിന്ന് 182 റൺസാണ് രവിശാസ്ത്രി നേടിയത്. മാത്രമല്ല 8 വിക്കറ്റും അന്ന് സ്വന്തമാക്കുകയുണ്ടായി. അതിന് രവിശാസ്ത്രിക്ക് ലഭിച്ചതാവട്ടെ മിന്നിത്തിളങ്ങുന്ന ഈ ഒരു ഓഡി കാറും. ക്യാപ്റ്റൻ എന്ന നിലയിൽ സുനിൽ ഗവാസ്കറുടെ അവസാന മത്സരവും ഇതായിരുന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച വിടവാങ്ങൽ അദ്ദേഹം വെച്ച് താമസിപ്പിച്ചില്ല എന്ന് തന്നെ പറയാം.
തന്നെ നായക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ ഈ പരമ്പരയ്ക്ക് മുമ്പ് തന്നെ ഗവാസ്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വിജയകരമായ ഒരു ക്യാപ്റ്റൻസിയുടെ പര്യവസാനം കൂടിയായിരുന്നു ബെൻസൺ ആൻഡ് ഹെഡ്ജസ് കപ്പ്. അപ്പോൾ ആ ഒരു ടീമിന്, അന്ന് കളിച്ച ടീമിന്, വിരാട് കോഹ്ലിയുടെ 2021 ആ ടീമിനേക്കാൾ മികച്ച പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിരാട് കോഹ്ലിയുടെ ടീമിന് ജയിക്കുക പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രവിശാസ്ത്രി ഓർമ്മകൾ പങ്കുവെക്കുകയുണ്ടായി ആ കാലത്ത്, കോവിഡ് കാലത്ത്.